ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ ഒരാൾ നമ്മൾ യാത്ര പുറപ്പെട്ടു, വാഹനത്തിൽ കയറിയ പിന്നെ എന്താ ചെയ്യേണ്ടത്? നേരെ സംസാരം തുടങ്ങുക. ധാരാളം സംസാരം, നാട്ടിലെ കാര്യങ്ങളൊക്കെ പറയാം. നമ്മളൊരു വലിയ യാത്രക്ക് ഉദ്ദേശിച്ചിരിക്കുന്നു, ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുക. മിണ്ടാതങ്ങനെ ഇരുന്ന് ഞാൻ ഇബാദത്തെന്നും പറഞ്ഞിട്ട് ശ്വാസം വിടാതെ, അതും ശരിയല്ല. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ സ്ത്രീയുടെ ഉദാഹരണം ഓർക്കുക. തീരെ മിണ്ടൂല്ല എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ പോലും മറുപടി ഇല്ല. അതൊന്നുമല്ല, ആവശ്യത്തിനൊക്കെ സംസാരിക്കണം, ആവശ്യത്തിന് സംസാരിക്കണ്ടേ. പക്ഷേ ആവശ്യമില്ലാത്ത വൃഥാവിലായ സംസാരങ്ങൾ വെടിഞ്ഞ് ആ അവസരത്തിലും യാത്രയിലും കഴിയുന്നിടത്തോളം വിമാനയാത്രക്കിടയിലും ദിക്റുകൾ, ദുആകൾ, അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനകൾ, മുസാഫിറിന്റെ ദുആക്ക് തന്നെ ഉത്തരമുണ്ട്. ഹജ്ജിന് പോകുന്ന സഹോദരങ്ങൾ മനസ്സിലാക്കണം, യാത്രക്കാരന്റെ ദുആക്ക് ഉത്തരമുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഹജ്ജ് ചെയ്യാൻ പോകുന്ന ആളുടെ ദുആക്ക് വേറെയും പ്രത്യേകത ഉണ്ട്. പിന്നെ ആ യാത്രയിലെ ദുആ എന്തിനു പാഴാക്കണം? എന്തൊക്കെ ദുആ ചെയ്യാനുള്ള അവസരമാണ്, അത് പാഴാക്കി കളയരുത്.